രാജ്യത്തെ അവശേഷിക്കുന്ന ഏക ഇടതുഭരണമെന്ന കച്ചിത്തുരുമ്പില്ലാതാക്കിയ ഈ വിധിയെടുത്ത് ഒരു മുന്നറിയിപ്പാണ്. ജനങ്ങളെ കേൾക്കാത്തവരോട്, ജനങ്ങൾക്ക് നേരെ കണ്ണടച്ചവരോട്, ജനങ്ങളോട് ധാർഷ്ട്യം കാണിച്ചവരോട്. സ്വജനപക്ഷപാതത്തിനും ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനുമുള്ള മറുപടി കൂടിയാണ് ഈ വിധിയെഴുത്ത്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന കുഞ്ഞികൃഷ്ണന്റെ വാക്കുകൾ കേട്ട കേരളം ആഗ്രഹിച്ചതും ഇതേ വിധിയെഴുത്ത്. രക്തസാക്ഷി ഫണ്ടിലെ കണക്കിൽ കൃത്രിമം കണ്ടപ്പോൾ കണക്ക് ചോദിച്ച സഖാവിനെ കള്ളനെന്ന് വിളിച്ചവർക്കുള്ള ഉത്തരമാണ് പയ്യന്നൂർ എന്ന പാർട്ടിക്കോട്ടയിലെ കുഞ്ഞികൃഷ്ണന്റെ ഈ വലിയ വിജയം. ചോദ്യങ്ങൾ ചോദിച്ചവരോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞതിനും മൈക്കിന്റെ മെക്കിട്ട് കയറിയതിനും നൽകിയ ജനവിധി കൂടിയാണിത്. കറുത്ത തുണി കെട്ടിയ പ്രതിപക്ഷ സമരത്തെ വധശ്രമമാക്കിയ വീണയെ വീഴ്ത്തിയതും അതേ വിധിയെഴുത്ത്. നാടിന്റെ വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങളും ക്ഷേമ പെൻഷനുകളും ഈ സർക്കാരിന്റെ ഔദാര്യമാണെന്ന് കരുതിയവർക്കുള്ള തിരിച്ചറിവ് കൂടിയാണ് ഈ വിധിയെഴുത്ത്. മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയാക്കാൻ നോക്കിയപ്പോൾ ഇവിടെയുള്ള ന്യൂനപക്ഷവും UDF-ഉം മതേതര കേരളവും ഒന്നിച്ച് വിധിയെഴുതിയപ്പോൾ ഉണ്ടായതാണ് ഈ വലിയ വിജയം. മലയാളിയുടെ രാഷ്ട്രീയ ബോധ്യത്തെയും നീതിബോധത്തെയും വില കുറച്ച് കണ്ടവർക്കുള്ള വിധിയെഴുത്ത്.